റീസെൻ്റ്ലി ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടു. നമ്മുടെ മലയാളത്തിലൊക്കെ വീഡിയോസ് റീൽസൊക്കെ ലിപ്സിങ്ക് ഒക്കെ ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് നമ്മുടെ കേരളത്തിൽ ഭയങ്കര ഫാൻസാണ്. അപ്പോൾ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു വലിയ ഇപ്പം ഫസ്റ്റ് നമ്മൾ വേൾഡിൽ തന്നെ വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രി ഇപ്പോൾ ഇന്ത്യയാണ്. അപ്പോൾ തന്നെ ഓർക്കുക ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ എത്രമാത്രം ഇന്ത്യക്കാർ യൂസ് ചെയ്യുന്നുണ്ട് വെൻ കമ്പയർ ടു അതർ കൺട്രീസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ റീച്ച് കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഈവൻ റീൽസൊക്കെ നോക്കുമ്പോൾ മോഹൻലാലിൻ്റെയൊക്കെ വീഡിയോസ് വെച്ചിട്ട് പുള്ളിയുടെ ഡാൻസൊക്കെ കൊളാബറേറ്റ് ചെയ്ത് ഇതൊക്കെ സ്പാനിഷോ അങ്ങനെ ഏതൊക്കെയോ രാജ്യത്ത് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ റീച്ച് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ കമൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഫുൾ മലയാളികൾ സംഭവമാണ് പൊളിയാടാന്നൊക്കെ പറഞ്ഞിട്ട്. റീച്ചാണ് ഇതിലൊക്കെ ഉള്ളൊരു ബേസിക് കാര്യം എന്ന് വെച്ചാൽ, അല്ലാണ്ട് നമ്മുടെ കണ്ടിട്ട് അഭിമാനത്തോടു കൂടിയോ അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്തിട്ടൊന്നും ചെയ്യുന്നതല്ല. പക്ഷെ ഇവരുടെയൊക്കെ ഭയങ്കര ബ്ലൈൻഡായിട്ട് കേരളത്തിലുള്ളവരൊക്കെ ആരാധിക്കുന്ന കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നത്. എത്രയോ മലയാളികൾ വേറെ ഇപ്പോൾ തമിഴ് അല്ലെങ്കിൽ വേറെ ആൾക്കാർ ഇംഗ്ലീഷ് അറിയാത്തവർ ഇംഗ്ലീഷ് വീഡിയോസിൻ്റെയൊക്കെ ലിപ്സിങ്ക് ചെയ്തിടുന്നുണ്ട്. അത് എത്ര പേര് അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. വിദേശികളൊക്കെ വന്നിട്ട് ഒരു ബ്രില്യൻ ഇന്ത്യൻ ലാംഗ്വേജ്, ഇറ്റ്സ് ജസ്റ്റ് എ ലാംഗ്വേജ്, അവരെ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നു. അത് മനസ്സിലാക്കണം ബേസിക്കായിട്ട്. ഇന്ത്യൻസിനെ പറ്റിയിട്ടുള്ള തന്നെ ഒരു 90% ഇപ്പം സോഷ്യൽ മീഡിയ ഒരു ഇത് കാരണം 90% ആൾക്കാർക്കും ഇന്ത്യയെ പറ്റി ഒരു വളരെ ബാഡ് ഇമേജാണ് എല്ലാവർക്കും ഉള്ളത്. ഹൈജീനും നമ്മുടെ സ്ട്രീറ്റ് ഫുഡൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കുന്ന വൃത്തിയില്ലായ്മയൊക്കെ കണ്ടിട്ട് വളരെ ബാഡ് കമൻസ് ആണ് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അറിയാം എങ്ങനെയാണ് അവർ നമ്മളെ കണ്ടിട്ട് പെർസീവ് ചെയ്യുന്നതെന്നുള്ള കാര്യം. എനിവേ